ഹായ്, ഞാൻ അരുൺ. സിസാറ്റിൻ്റെ സോഫ്റ്റ്വെയറും സൈറ്റും കൂടെ സമന്വയിപ്പിച്ച കരിക്കുലത്തിലെ 4 ഫേസുകളിലാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ ഫേസ് കൺസെപ്റ്റ് ഫേസ്, രണ്ടാമത്തെ ഡിസൈൻ ഫേസ്, മൂന്നാമത്തെ എക്സിക്യൂഷൻ ഫേസ്, നാലാമത്തെ ആസ് ബിൽഡ് ഫേസ്. ഇതിൽ കൺസെപ്റ്റ് ഫേസിലെ സൈറ്റ് വിസിറ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ക്ലയൻറ്റ് അവരുടെ റിക്വയർമെൻറ്റും അവരുടെ ബഡ്ജറ്റും അനുസരിച്ചിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്തു. കൺസെപ്റ്റ് ഫേസിൽ എൻ്റെ ഒരു 3 പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഡിസ്കഷനിലുള്ളത് 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് 40 സെൻറ്റിൽ, 3.4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ബേസിക്കലി നമ്മൾ എഞ്ചിനീയേഴ്സ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളുടെ സ്കില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ലിൻഡിൽ ഫിക്സ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബെൽറ്റിന് പറ്റിയിട്ട് പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഒരു ബെൽറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് റെഗുലർ ഇൻ്റർവെൽ ഒരു ലിൻഡൽ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സ്ലാബ് ഉണ്ടാവും, വീണ്ടും അതിന് ലിൻഡൽ ഉണ്ടാവും, സ്ലാബ് ഉണ്ടാവും. ഈ ലോഡ് ട്രാൻസ്ഫർ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റബിളിലാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RCC ബെൽറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കും ഒരേപോലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ വിൻഡോസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലോഡ് വരാതിരിക്കാനും ലിൻഡൽ നമ്മൾ ചെയ്യും.